നമസ്കാരം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റീൽ പാത്രം എങ്ങനെ വെട്ടിത്തിളങ്ങാമെന്നതിനെക്കുറിച്ച് ഒരു ടിപ്പ് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ഓമയ്ക്ക, പപ്പായ അല്ലേ. അന്നേരം നമ്മൾ എന്നും അത് തോരൻ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമ്മളോട് എന്താ ചോദിക്കുന്നത്, ഇന്നും ഓമയ്ക്ക തോരൻ തന്നെയാണോ അമ്മയെന്ന് ചോദിക്കാറില്ലേ. അതിന് നമുക്ക് ഒരു എളുപ്പ വഴിയിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതുപോലെ അരിഞ്ഞാൽ അത് നമുക്ക് ക്യാബേജ് തോരനാണെന്ന് നമുക്ക് തോന്നും. തോരൻ വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് തോരനാണെന്ന് തോന്നും. അതിന് ചെയ്യുന്നത്, നമ്മളൊരു ഓമയ്ക്ക എടുക്കുന്നു. ഓമയ്ക്ക എടുത്തിട്ട് അത് ചുറ്റും അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് മുറിക്കാതെ തന്നെ, കുരുവൊന്നും കളയാതെ മുറിക്കാതെ തന്നെ ഒരേ രീതിയിൽ അതിങ്ങനെ കൊത്തിക്കൊടുക്കുന്നു. എന്നിട്ട് അരിഞ്ഞു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ അരിഞ്ഞാൽ നമുക്ക് ക്യാബേജ് തോരൻ വെക്കുന്ന പോലെ നമുക്ക് കൂട്ടാൻ വെച്ച് കഴിയുമ്പോൾ ക്യാബേജ് തോരൻ ആണെന്ന് തോന്നുന്നു. അതുപോലെ രീതിയിലാണ് നമ്മൾ ഇത് അരിയുന്നത്. ആ രീതിയിൽ ഒരേ രീതിയിൽ അരിഞ്ഞു പോകണം. ഇങ്ങനെ ഒരേ രീതിയിൽ വെട്ടുന്നു, അത് കഴിഞ്ഞിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞു പോയി തിരിച്ചും ഇങ്ങനെ അങ്ങനെ ചെയ്ത് ഒരേ രീതിയിൽ വെട്ടുന്നു. അരിയുമ്പോഴാണ് ഇങ്ങനെ നീളത്തിൽ കിട്ടിയാൽ നമുക്ക് തോരൻ വെച്ച് കഴിയുമ്പോൾ ക്യാബേജ് തോരൻ ആണെന്ന് തോന്നും കേട്ടോ. അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.